10-30 ദിവസം മുമ്പ് ഇട്ട് വെച്ച കശുമാങ്ങയുടെ വൈനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ കശുമാങ്ങ കൊണ്ടുണ്ടാക്കുന്ന വൈൻ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത് പഞ്ചസാര മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അത് നമ്മൾ കശുമാങ്ങ കഴുകി എൻ്റെ ജലാംശം എല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ ഞുറുക്കി അടുക്കടുക്കായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച് ഉണ്ടാക്കിയതാണ്. അതിനുശേഷം നമ്മൾ അരിപ്പ വെച്ച് ഇതുപോലെ അരിച്ചങ്ങ് എടുക്കുന്നു. അരിച്ചെടുത്തു കഴിഞ്ഞാൽ കമർപ്പ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ പഞ്ചസാര നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ചേർക്കാം. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണിത്. കശുമാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റുള്ളൊരു വൈൻ ഉണ്ടാക്കുന്ന ഒരു കശുമാങ്ങയുടെ വൈനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് അളവിലാണ് കിട്ടുന്നത്, വെള്ളം ചേർക്കാത്തതുകൊണ്ട്. ഞെക്കി പിഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കിട്ടും. അത് നമ്മൾ ഞെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കശുമാങ്ങ കൊണ്ട് ഒരു വൈൻ ഉണ്ടാക്കി നമുക്ക് കുടിക്കാം. അപ്പോൾ കശുമാങ്ങ എവിടെ കണ്ടാലും കളയരുത്. പച്ചയ്ക്ക് കഴിക്കാനാണെങ്കിൽ സൂപ്പറാണ്. ഇച്ചിരി മണം ഉണ്ടാകുന്നേ ഉള്ളൂ. സൂപ്പിട്ട് കഴിക്കാൻ മതി.